അളിയ കൽക്കി അടിപൊളി പടമാണെന്നാ പറയുന്നത്. നമുക്ക് പോയി കണ്ടാലോ? അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കും. നീ വന്നിട്ട് നിനക്കൊരു ചെലവ് വന്നുള്ള പരാതി മാറി കിട്ടും. അപ്പൊ അതിനെ പോയില്ലേ? എന്നാണ് നമുക്ക് ഇപ്പം തന്നെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്താലോ? അത് പൊളിക്കും. എന്താ മക്കളെ പ്ലാൻ? പടത്തിന് വന്നു. പടം നമ്മുടെ പിക്കാസ വരച്ച പടേ നമ്മുടെ കായങ്ങളെ കൊട്ടാടിച്ചിരിക്കും. അത് കാണാൻ പോകാനായിട്ട് കൽക്കി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾ പോകുന്നുണ്ടോ കാണാൻ വേണ്ടി? കളിക്കോ അയ്യോ സമയമില്ലല്ലോ, തിരക്കായി പോയി. നമ്മൾ പോകുന്നില്ല, കളിക്കൊക്കെ പോകുന്നില്ല. നിങ്ങൾ പോകുന്നില്ലല്ലേ? ഇല്ല, പോകുന്നില്ല. ഫ്രണ്ട്സിന്റെ കൂടെ പോയില്ലെങ്കിൽ രസമില്ല പടം കാണാൻ. അതെ, വൈബ് കിട്ടത്തില്ല. പോവാണെങ്കിൽ പറയണേ. ഉറപ്പായിട്ട് എന്നോട് വിളിക്കണേ. വിളിക്കാം. മറക്കത്തില്ല. വിളിക്കണടാ. വിളിച്ചാടാ. എന്തിനാണ് ആ പാവത്തിന് ഒഴിവാക്കിയത്? അതിന് പൈസ ഇല്ലാത്തോണ്ടോ? എടാ പോകുമ്പോ എന്നെ വിളിക്കണേ. ഉറപ്പായിട്ടും. പിന്നെ വിളിച്ചിരിക്കും. ധൈര്യമായിട്ട് പോ. എന്ത് ദോഷമാണോ ഇതൊക്കെ? പൈസ ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിയിട്ടായാലും അവനെ സിനിമയ്ക്ക് വിടും. ഇല്ല നിന്റെ കിഡ്നി കൊണ്ട് വിറ്റിട്ടായാലും കൊണ്ടുപോകും. പക്ഷെ അവനെ സിനിമയ്ക്ക് കൊണ്ടുപോകാനുള്ള അവസ്ഥയെ വേറെതാ. നീ ഇത് കണ്ടു നോക്ക്. ഇത് പണ്ട് ലിയോ കണ്ടിറങ്ങിയതിന് ശേഷമുള്ള അവനാ. കണ്ടു നോക്ക്. അഖില് മോനെ വീട്ടിലോട്ട് വാടാ. യാറെന്താ അഖില്? ഞാൻ വന്ന് പ്രദീപൻ 20 കൊല്ലമായി ഇവിടെ ബേക്കറി നടത്തുന്നു. അവസാനം അവൻ ആ കടയിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റിയ പാട്. ചോക്ലേറ്റ് കോഫി എന്ന് പറഞ്ഞ അവന് തല തിന്നുമായിരുന്നു. അത് പോട്ടെ, ഇത് KGF കണ്ടിറങ്ങിയതിന് ശേഷമുള്ള അവസ്ഥയാ. അമ്മ, അമ്മയ്ക്ക് ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പച്ചക്കറിയും കൊണ്ടത്തരും. ഇവിടെ 100 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചു ഇവിടെ അധികമായിട്ട് കിടക്കുക. അപ്പഴാണ് 2000 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇത് മാത്രമല്ല, 2 പെട്ടി വണ്ടി നിറയെ പച്ചക്കറി വേറെയും വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട്. അവസാനം ആ കോട്ട നൂരിക്കാൻ പെട്ട പാട്. എടാ നീ ആവേശം ഒന്ന് കാണിച്ചു കൊടുത്തടാ അവനെ. ആവേശം കണ്ടോണ്ടല്ലോ. കണ്ടു ആവേശം കണ്ടു. എടാ മോനെ, പിന്നെ ബാഹുബലിയുണ്ട്. അവസാനം ആടുജീവിതം കണ്ടിട്ട് ഗൾഫിൽ കയറിപ്പോയി. എന്നിട്ട് കഷ്ടപ്പാടാന്ന് പറഞ്ഞപ്പോ തിരിച്ച് നാട്ടിൽ കയറി വന്നു. ഇതുപോലെ എത്ര സിനിമകള്. ഇനി പറ, അവനെ സിനിമയ്ക്ക് കൊണ്ടുപോകണോ? വേണ്ട. അതിനെ ഞങ്ങളും പറഞ്ഞോളൂ. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ? നല്ല തീരുമാനം. എന്റെ പൈസ നീ ഒന്ന് കൊടുത്തേക്കണേ. എടാ ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. എന്തോരം വണ്ടികളാ. സീറ്റ് കിട്ടിയാ മതിയായിരുന്നു. ഇല്ല, വള്ളി വിളിക്കുന്നുണ്ടല്ലോ. ഹലോ എടാ, സാദി തിയേറ്ററിലെ കലിക്ക് ടിക്കറ്റ് ഉണ്ട്, ബുക്ക് ചെയ്താലോ? ടിക്കറ്റ് ഉണ്ടോ? എടാ ബുക്ക് ചെയ്യാനടാ, ഞങ്ങള് തിരക്കാടാ, ഭയങ്കര തിരക്കാടാ. ഞാനേ പോകുമ്പോ നിന്നെ എന്തായാലും വിളിക്കാം. വിളിക്കണേ. വിളിക്കും, ഉറപ്പാ. ശരി. എടാ അവൻ ഇവിടെ കാണാൻ ഉണ്ടോ നോക്കിയേക്കണേ. ചേട്ടാ 3 ടിക്കറ്റ്. ഫ്രണ്ടിലുള്ള പോലെ ടിക്കറ്റ്. അയ്യോ, ഫ്രണ്ടിലുള്ള ടിക്കറ്റ് ഒന്ന് എടുത്തോ. 3 എണ്ണം ഫ്രണ്ടിന്. എന്തായാലും 600 കോടി യൂണിറ്റ്സിനുള്ള മുതലുണ്ടല്ലേ? ഞാൻ എന്തായാലും കോംപ്ലക്സിൽ പോയിരിക്കുക. ഷോപ്പിംഗ് കോംപ്ലക്സിലാണോ? നിങ്ങൾ വരുന്നുണ്ടോ? വഴി അറിയാവോ? 600 കോടിക്ക് പടം എന്തായാലും മുതലായല്ലോ. ബുജി, ബുജിയല്ല സിറിയല്ലയോ? ബുജി ഇവനെപ്പോ വന്നടാ? പൊക്കടാ. നീ കുഴപ്പമൊന്നുമില്ലടാ, വിടറാ. നിനക്ക് ഒരു കുഴപ്പമില്ല. അല്ല നീ എപ്പോ വന്ന് പടം കാണാൻ? ഞാൻ FDFS അല്ലേ. എടാ നിങ്ങൾ എന്റെ ബുജിയെ കണ്ടായിരുന്നോ? എന്റെ ബുജി, എന്റെ എന്റെ ബുജി. ബുജിയോ? അതിനപ്പുറത്തൊരു ബജ്ജിക്കടയുണ്ട്. അത് കണ്ടിട്ടാണ് ബുജി എന്ന് പറയുന്നേ. എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് എന്തെങ്കിലും സംസാരിക്കും. അയ്യോ, ബുജിയുടെ ടയർ കണ്ടോടാ. അത് പോയ ടയർ. എങ്ങനെ ബുജി ടയർ വന്നു? അവിടെ എടുത്തായിരുന്നു, കണ്ടില്ലായിരുന്നോ? എന്റെ ബുജി എന്റെ ബുജിയാ. എടാ ആരെങ്കിലും എവിടുന്നെങ്കിലും കുറച്ച് യൂണിറ്റ്സ് കടവായിട്ടെങ്കിലും ഒന്ന് വാങ്ങിച്ചാളാം. എന്റെ ബുജിയുടെ ടയർ നേരാക്കാൻ വേണ്ടിയാ. പിന്നെ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടെന്ന് വെൽഡ് ചെയ്ത് വെക്കണം. എവിടുന്നെങ്കിലും കുറച്ച് യൂണിറ്റ്സ് ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? എടാ നീ ഒന്ന് സിനിമയിൽ നിന്ന് വെളിയിൽ വാടാ. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നിയടാ? ഗംഗാ നദി കിടക്കുന്ന കിടപ്പുണ്ടോ? മൊത്തം വറ്റി വരണ്ട്. എടാ കനാലി വെള്ളം തുറന്നു വിടാത്തോണ്ടാടാ. എങ്ങനെ വെള്ളം കാണും? ഉള്ള എല്ലാം കോംപ്ലക്സ് ഊറ്റിയെടുക്കുമല്ലയോ. ഇവിടുത്തെ സസ്യങ്ങളും ജലവും കടലും എല്ലാം അവരങ്ങ് കൊണ്ടുപോയില്ലേ. എടാ അഖില, അത് സിനിമയാടാ. ആരാ അഖില്? നീ? എടാ ഞാൻ ഭൈരവനാടാ. ഞാൻ ഭൈരവാ. ചട്ട കണ്ടില്ലേ? ചട്ട. എടാ തുറന്നു നോക്കടാ, താണ്ട് ചട്ട. ഒരു ഷഡ്ഡി പോലും ഇടാത്തവനാ. ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുത്താലോടാ? മേടിച്ചു കൊടുക്കാം.
പാടാ വെള്ളം കുടിക്കാൻ പോ. ബൗണ്ടി വന്നോ? എത്ര യൂണിറ്റ്സ് കിട്ടും ബൗണ്ടിക്ക്? ഒന്ന് കാണിക്കാവോ? ബൗണ്ടി ഒന്ന് കാണിക്കാവോ? വേണ്ട ബൗണ്ടി. അയ്യോ ഈ ബൗണ്ടി അല്ല, ശരിക്കുള്ള ബൗണ്ടി ഉണ്ട്. അതിന് പോയി കഴിഞ്ഞാൽ യൂണിറ്റ്സ് കിട്ടും. ഞാനും ബുജിയോടെ പൊക്കോളാം. ഞാനും ബുജി പൊക്കോളാം. ബൗണ്ടി കൊണ്ട് എടുത്തു തരാം. ബൗണ്ടി ബൗണ്ടി ഉണ്ട് കേട്ടോ. ഞങ്ങള് കോംപ്ലക്സിലോട്ട് വരുന്നോ? ഇവര് നേരെ പോയാൽ മതി. ബൗണ്ടി കടക്കാരനെ ഇടിക്കാനുള്ള ബൗണ്ടിയാണോ? അല്ല ഉണ്ടായി. ചേട്ടാ 4 നാരങ്ങ വെള്ളം. 4 എണ്ണം ഇല്ലയോ? എത്ര യൂണിറ്റ്സ് ആവും? ചേട്ടാ പൈസ ചോദിച്ചോ? അധികം വേസ്റ്റ് ആക്കണ്ട. എല്ലാവർക്കും കൂടെ കോംപ്ലക്സിൽ പോകാനുള്ള. നിങ്ങൾ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് കോംപ്ലക്സിൽ പോകും. ഇത് കുടിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. ഈ മുട്ടയൊക്കെ എന്താ വെളി വെച്ചേക്കുന്നത്? എത്ര യൂണിറ്റ്സ് കിട്ടുന്നറിയോ? അതൊക്കെ എടുത്തൊരു സ്വർണ്ണ പെട്ടിക്കകത്ത് വെക്ക്. നല്ല ലാഭമുള്ള ബിസിനസ്സാ. കോംപ്ലക്സിൽ പോകാൻ വരുന്നുണ്ടോ? കോംപ്ലക്സോ? കോംപ്ലക്സ് ഇരിക്കുന്നുണ്ടോ? ആകാശമുട്ടനെ നീളത്തിൽ പോയിക്കുന്നുണ്ടോ? കണ്ടോ? അതാ കോംപ്ലക്സ്. വരുന്നോ? അത് ജിയോയുടെ ടവർ അല്ലയോ? അവിടെ കടലുണ്ട്, കരയുണ്ട്, പുഴയുണ്ട്, മലയുണ്ട്, കുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ട്. നാരങ്ങോളം ഇല്ല, ശരിയാവത്തില്ല. അതെ, എന്തായാലും ഇപ്പൊ എത്ര 2800 ഇത്രയും കൊല്ലമായില്ലേ? ഇനി 5-6 വർഷമേ ഉള്ളൂ. എന്തിനിങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നു? എൻജോയ് ചെയ്യാൻ നോക്കൂ. എടാ ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാലേ എത്ര യൂണിറ്റ്സ് കിട്ടുമായിരിക്കും? വിൽക്കാനോ? നിനക്കൊന്നും നാരങ്ങ വെള്ളം ഇല്ല, ഒരു കുന്തവും ഇല്ല. പോടാ. ഓ ഓ ഓ നീ ഒരു കാര്യം ചെയ്യും. ആ കയ്യിലൊക്കെ ഇത് പെട്ടിങ് എടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് ആ പെട്ടിങ് എടുത്ത് ഞാൻ പൂച്ച വിളിച്ചിട്ടുണ്ടാകും. ഇപ്പം വരാം. കൊണ്ടുപോടാ അവനെ. ഇതേ സുപ്രീം എപ്പം വിളിച്ചാലും ഞാൻ കയറി പോകട്ടോ. അപ്പം പറയരുതൊന്നും. ഒന്നും പറയത്തില്ല. എത്ര ഡേയ്സ് ആയി? 8 മാസമായി. 150 ദിവസം ക്രോസ് ചെയ്തൊരു സ്ത്രീ കോംപ്ലക്സിൽ കൊടുത്തു കഴിഞ്ഞാലേ നല്ല യൂണിറ്റ്സ് കിട്ടും. കോംപ്ലക്സിൽ കൊടുത്താൽ നല്ല യൂണിറ്റ്സ് കിട്ടും. ആരാണ് എന്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്നത്? അവരാണോ? ആരാ നിന്നെ ശല്യം ചെയ്തത്? ആരാന്ന്? ഇവനാണോ? ഇവനാണോ? പിന്നെ ആരാടി? അവൻ എവിടെ പോയടാ? എങ്ങോട്ട് പോയി? താണ്ടാവും വിളിക്കുന്നു. ഹലോ എടാ, നീ ഇത് എവിടാടാ? ബ്രോ, എനിക്ക് കോംപ്ലക്സിൽ പോവാൻ ഒരു അവസരം കിട്ടി. ഞാൻ പോവുകയാണ്. എന്റെ ബുജിയെ നിങ്ങൾ എടാ വെക്കല വെച്ചടാ അവൻ. എടാ എന്തുവാടാ ഇത്? കത്തങ്ങോട്ട്